നമസ്കാരം. എയർ ഇന്ത്യയുടെ ബോയിംഗ് വിമാനം തകർന്നു വീണ് നൂറുകണക്കിന് ജീവനുകൾ പൊലിഞ്ഞതിന്റെ ഞെട്ടലിൽ നിന്നും വേദനയിൽ നിന്നും രാജ്യം മുക്തമാവുന്നതേ ഉള്ളൂ. അത്ഭുതകരമായ ഒരു യാത്രക്കാരൻ മാത്രമാണ് ഈ വലിയ ദുരന്തത്തിൽ നിന്നും ജീവനോടെ രക്ഷപ്പെട്ടത്. മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാണി അടക്കമുള്ളവർക്ക് അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു. അഹമ്മദാബാദിലെ ആശുപത്രി ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിലേക്കാണ് തീപിടിച്ച വിമാനം തകർന്നു വീണത്. ആ സമയത്ത് പ്രദേശവാസികളായ നിരവധി പേർ മടിച്ചും ഭയന്നും നിൽക്കാതെ രക്ഷാപ്രവർത്തനത്തിനായി ഓടിയെത്തിയിരുന്നു. അക്കൂട്ടത്തിലൊരാളാണ് 56-കാരനായ രാജു പട്ടേൽ. കെട്ടിട നിർമ്മാണ ബിസിനസ് നടത്തുന്ന രാജു പട്ടേൽ വിമാനാപകടമുണ്ടായി 5 മിനിറ്റിനുള്ളിൽ തന്റെ ടീമുമായി രക്ഷാപ്രവർത്തനത്തിന് ദുരന്തമുഖത്തേക്ക് ഓടിയെത്തിയ വ്യക്തിയാണ്. എന്നാൽ ആദ്യത്തെ 15-20 മിനിറ്റുകളോളം അപകട സ്ഥലത്തിനടുത്തേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നുവെന്ന് രാജു പട്ടേൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കാരണം തീ അത്രയ്ക്കും ഭയങ്കരമായി ആളിപ്പടരുകയായിരുന്നു. അടിയന്തര രക്ഷാപ്രവർത്തകർ സ്ഥലത്തേക്ക് എത്തിയതോടെ താനും മറ്റുള്ളവരും അവരെ സഹായിക്കാൻ ഇറങ്ങി. പൊള്ളലേറ്റ ആളുകളെ സ്ഥലത്ത് നിന്ന് മാറ്റാൻ ആ സമയത്ത് പെട്ടെന്ന് സ്ട്രക്ചറുകളൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ കയ്യിൽ കിട്ടിയ പുതപ്പുകളും സാരികളും ഒക്കെ അടുത്താണ് പരിക്കേറ്റവരെ പുറത്തേക്ക് എടുത്തത്. രാത്രി 9 മണി വരെ അപകട സ്ഥലത്ത് രക്ഷാപ്രവർത്തകർക്കൊപ്പം ഇവരടക്കമുള്ള പ്രദേശവാസികൾ സഹായത്തിനുണ്ടായിരുന്നു. വിമാനത്തിലുണ്ടായിരുന്ന 242 യാത്രക്കാരുടെ ലഗേജുകളും പ്രദേശത്ത് ചിതറിക്കിടപ്പുണ്ടായിരുന്നു. മിക്കതും കത്തിത്തീർന്ന അവസ്ഥയിലായിരുന്നു. രാജു പട്ടേലും സംഘവും കത്തിപ്പോകാത്ത ബാഗും പെട്ടികളും മറ്റു പുറത്തേക്ക് എത്തിച്ചു. പണവും സ്വർണവും പാസ്പോർട്ടുകളും കത്തിപ്പോകാത്ത ഭഗവത്ഗീതയും അടക്കം അപകട സ്ഥലത്ത് നിന്ന് ഈ തിരച്ചിൽ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. യാത്രക്കാരുടേതായ 100 പവൻ സ്വർണമാണ് ലഭിച്ചത്. മാത്രമല്ല കത്തിപ്പോകാതെ 80,000 രൂപ പണമായും ലഭിച്ചു. ചിലരുടെ പാസ്പോർട്ടുകളും തീയിൽപ്പെടാതെ കിട്ടിയിരുന്നു. പണവും സ്വർണവും അടക്കം അപകടം നടന്ന സ്ഥലത്ത് നിന്ന് ലഭിച്ച എല്ലാ വസ്തുക്കളും രാജു പട്ടേലും സംഘവും പോലീസിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. 2008 അഹമ്മദാബാദിൽ തുടർ സ്ഫോടനങ്ങളുണ്ടായ സമയത്തും രാജു പട്ടേൽ രക്ഷാപ്രവർത്തനത്തിൽ സജീവമായിട്ടുണ്ടായിരുന്നു. പറ്റുന്ന സഹായം ചെയ്യാൻ സാധിക്കുന്നതിൽ താൻ കൃതാർത്ഥനാണെന്ന് പട്ടേൽ പറയുന്നു. അപകടത്തിനിരയായ ആളുകളുടെ അവശേഷിക്കുന്ന എല്ലാ വസ്തുക്കളും രേഖപ്പെടുത്തി വെക്കുമെന്നും അവ ബന്ധുക്കൾക്ക് കൈമാറുമെന്നും ഗുജറാത്ത് ആഭ്യന്തര വകുപ്പ് മന്ത്രി ഹർഷ് സാംഗ്വി പറഞ്ഞു. ജൂൺ 12 വ്യാഴാഴ്ച നടന്ന അപകടത്തിൽ വിമാനത്തിലെ യാത്രക്കാരും ജീവനക്കാരും വിമാനം തകർന്നു വീണ ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളുമടക്കം 270 പേരാണ് മരണപ്പെട്ടത്. ലണ്ടനിലേക്ക് പുറപ്പെട്ട ബോയിംഗ് 7878 ഡ്രീം ലൈനർ വിമാനമാണ് ടേക്ക് ഓഫ് കഴിഞ്ഞ് നിമിഷങ്ങൾക്കുള്ളിൽ തകർന്നു വീണത്.